സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ, നിങ്ങളെല്ലാവരും കണ്ടൊരു വീഡിയോ തന്നെ ആയിരിക്കും. നമുക്കറിയാം തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന ഒരു പരിപാടി മുൻപുണ്ടായിരുന്ന ഒരു പരമ്പരയാണ്. ആ പരമ്പരയിൽ കണ്ണൻ എന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ശരിക്കുള്ളവൻ്റെ പേരെന്ന് പറയുന്നത് സിദ്ധാർത്ഥ് എന്നാണ്. അപ്പോൾ ഈ സിദ്ധാർത്ഥ് കഴിഞ്ഞ ദിവസം ഈ വാഹനത്തിൽ മൂക്കറ്റം മദ്യപിച്ച് ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട ശേഷം നാട്ടുകാരുമായി കയ്യാങ്കളി. സിദ്ധാർത്ഥിൻ്റെ അഭ്യാസ പ്രകടനം മറിയപ്പള്ളിയിൽ. ചിങ്ങവനം പോലീസ് എത്തി സിദ്ധാർത്ഥിനെ ബലമായി എടുത്തു. വീഡിയോ ദൃശ്യങ്ങൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ തേർഡ് ഐ ന്യൂസ് ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വീഡിയോ ഞാനിപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങളത് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അത് വിട്ടേക്ക് എനിക്ക് കാല് പോലീസ് പോലീസ് വിളിക്കാറുണ്ട്. ആരും വിളിക്കടാ, ആരും വിളിച്ചില്ലേ? ഉപ്പുമുളകില്ല, ഉപ്പുമുളക് ഇവരെല്ലാം ഇടിച്ചിട്ടപ്പാ പുള്ളിനെ. തലച്ചടിയുള്ള പാവ വഴി കിടന്ന് കണ്ടിട്ട് ഇവ ഇടിച്ചിട്ട് മരുന്ന് എന്താ പറയാ, കെമിക്കൽ ആര് കണ്ടാലും എനിക്ക് വിഷയമില്ല, ഈ വീഡിയോ കണ്ടാലും എനിക്ക് വിഷയമില്ല. ദൈവം, നിയമം, കോടതി ഞങ്ങൾ വഴി വന്നേ, നീ എന്നെ ചവിട്ടി മരുന്ന് എന്നെ പോക്കെ പോണേ എല്ലാം നീ എല്ലാ പുള്ളിനെ ഇടിച്ചിട്ട്. കണ്ടില്ലേ സുഹൃത്തുക്കളെ, ആ ഒരു ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പമാണ് അയാൾ അല്ലേ? നമുക്കറിയാം ആ ഒരു പരിപാടിയിൽ കൂടി എല്ലാ ആളുകളും സ്നേഹിച്ചൊരു കഥാപാത്രം തന്നെയായിരുന്നു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കണ്ണൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ. അയാളെ മൃഗീയമായിട്ട് റോഡിലിട്ട് തല്ലിയിരിക്കുകയാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ. ഇത് കൊല്ലം ചിങ്ങവനം ഭാഗത്ത് എവിടെയാണ് സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എടാ, തല്ലിയ ആളുകളോട് ഞാനൊന്ന് ചോദിക്കുകയാണ്, നിനക്കൊക്കെ ലേശമെങ്കിലും ഉളുപ്പുണ്ടോ? നിൻ്റെയൊക്കെ വീട്ടിലെ ഒരാളാണ് ഇതുപോലെ വന്നതെങ്കിൽ നീയൊക്കെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുമോ? അയാൾ വെള്ളമാണ്, ശരി, സമ്മതിച്ചു. അയാളെ തല്ലിയാലോ അയാളെ ചീത്ത വിളിച്ചാലോ അയാൾക്കൊന്നും ഓർമ്മ കാണില്ല. അടുത്ത ദിവസം എണീക്കുമ്പോൾ അയാളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പോലീസിനെ ഏൽപ്പിക്കുക എന്നുള്ളതല്ലേ മര്യാദ? അവിടെ എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് ഒരു യുവാവിനെ തല്ലിക്കൊന്നു കേട്ടോ. അത് ഛത്തീസ്ഗഡിൽ നിന്ന് ജോലിക്കായിട്ട് വന്ന ഒരാളാണ്, അതിഥി തൊഴിലാളിയാണ്. നീ ബംഗ്ലാദേശി അല്ലേടാ എന്ന് ചോദിച്ചിട്ടാണ് കുറച്ച് ഈ തന്തയ്ക്ക് പിറക്കാത്തവന്മാർ ഈ പരിപാടി ചെയ്തത്. അതേ തന്തയ്ക്ക് പിറക്കാഴിക തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അയാളെ പിടിച്ച് തല്ലുകയാണ്. അതിൽ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഒരു നായിൻ്റെ മോനുണ്ട്. അവൻ ആരാണ്, അവൻ്റെ തന്താന്ന് പോലും അവൻ അറിയത്തുണ്ടായിരിക്കത്തില്ല. പക്ഷേ അവൻ ആളുകളെ തല്ലണം. നീ ആരാടാ, ഗുണ്ടയോ? നിനക്ക് എന്ത് അധികാരമാണ് അയാളെ തല്ലാനായിട്ടുള്ളത്? നിന്റെ ആരെങ്കിലും അല്ലെ നിനക്ക് എന്തെങ്കിലും അധികാരം? നീ അവൻ്റെ അച്ഛനാണോ? അല്ലല്ലോ. ഒരാളെ തല്ലിയിട്ടു, വണ്ടി ഇടിച്ചിട്ടു, അതിനുള്ള നഷ്ടപരിഹാരം മേടിക്കണമെന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് പോലീസുകാരുടെ ഏൽപ്പിക്കണം. അല്ലാതെ ഇവൻ അവിടുന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് ഓടിപ്പോയൊരു ഗുണ്ടയൊന്നും അല്ലല്ലോ. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആളുകളാണ് ഇപ്പോൾ പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ ജിഷൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത്, നാണമില്ല കേരളമേ, ലോകത്ത് ആദ്യമായി മദ്യപിച്ച് വാഹനം ഓടിച്ച ആളല്ല സിദ്ധാർത്ഥ്. അതിന് ഒരാളെ ചവിട്ടിക്കൂട്ടി നടു റോഡിലിട്ട് വലിച്ചഴിച്ച് ശ്വാസം മുട്ടിക്കുകയല്ല ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു വീഡിയോയിലും ഒരുപാട് ആളുകളുടെ കമൻറ്റുകളുണ്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കാൻ ചാൻസ് കുറവാണ്. കാരണം നിങ്ങൾ പറയും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണെന്നുള്ളത്. അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവൻ ആ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കണം. അത് മനുഷ്യൻ നമ്മുടെ കയ്യിൽ നിന്നല്ല കിട്ടേണ്ടത്. അതിന് നിയമ സംവിധാന വ്യവസ്ഥയുണ്ട്, അവരാണ് ചെയ്യേണ്ടത്. എന്ത് ഭയങ്കര കഴിവാണ് കേട്ടോ ഇവന്മാർക്ക്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ തല്ലാൻ, അതും സെലിബ്രിറ്റി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാല്യൂ, കുറച്ച് റീച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും കാണിക്കാൻ വേണ്ടി ഇവന്മാർ തയ്യാറാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഇതൊരു സാധാ മനുഷ്യനാണ് ഇവന്മാർ ഇങ്ങനത്തെ പ്രഹസനങ്ങളൊന്നും കാണത്തില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ അല്ല അടിച്ചു വിട്ടോ പരിപാടി കഴിയും. ഇത് സിദ്ധാർത്ഥ് എന്ന് പറയുന്നവൻ സെലിബ്രിറ്റി ആണെന്ന് അറിഞ്ഞപ്പോൾ അവനെ രണ്ട് തല്ല് കൂടുതൽ തല്ലണം. അവൻ എന്തൊക്കെയോ അസഭ്യം പറഞ്ഞു, എന്തൊക്കെയോ വൃത്തിയോട് പറഞ്ഞു. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവന് ബോധമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവൻ അവിടെ ഒരു അസഭ്യം പറയുന്നില്ല. അവനെയാണ് ചീത്ത വിളിക്കുന്നത്. അവനെ തായും മായും ഒക്കെ കൂട്ടി അച്ഛനെ വിളിക്കുന്ന, ഭാഷ വിളിക്കുന്ന കുറച്ച് മക്കൾ അവിടെ നിൽപ്പുണ്ട്. പ്രായത്തിനെ ഒന്നും ഇവന്മാരെ ബഹുമാനിക്കണ്ട. ഇവന്മാർക്കെതിരെ എല്ലാം കേസെടുക്കണം. സദാചാര ഗുണ്ടകൾ കളിക്കുകയാണ് ഇവന്മാർ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലാണെന്ന് വിചാരിച്ച് നടക്കുന്ന ഏതോ ആർക്കോ ഉണ്ടായ കുറച്ച് അവന്മാർ. ഇവന്മാർക്കെതിരെ ശക്തമായ ആക്ഷൻ എടുക്കണം. സിദ്ധാർത്ഥ് എന്ന് പറയുന്നവൻ ചെയ്ത് തെറ്റ് തന്നെയാണ്, ഞാൻ തെറ്റല്ലെന്ന് പറയുന്നില്ല. ആരും ചെയ്യാത്ത തെറ്റാണോ ഇത്? ആരും ഈ നാട്ടിൽ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
ഒരാൾ പോലും മദ്യപിക്കാതെയാണ് വാഹനം ഓടിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഒരിക്കലും ഇല്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എന്നുള്ള റെയർ കേസൊന്നുമല്ല. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അപകടവും ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റ് തന്നെയാണ്. പക്ഷെ ആ തെറ്റിനുള്ള ശിക്ഷയും അല്ലെങ്കിൽ ആ തെറ്റിനുള്ള ശരിയുമൊക്കെ നിശ്ചയിക്കേണ്ടത് ആരാണ്? നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾ, അതായത് പോലീസുകാർ. അങ്ങനെ ഒരു സംവിധാനം ഉള്ളപ്പോൾ നാട്ടുകാരെന്തിനാണ് അവനെ കൈകാര്യം ചെയ്യുന്നത്? എന്തധികാരമുണ്ട്? ഒന്നുമില്ല, വെറുതെ പ്രഹസനമാണ്. അതിൽ വീഡിയോയിൽ വന്നിരിക്കുന്ന പാവം അവനെ അങ്ങനെ തല്ലുണ്ടായിരുന്നു. അവൻ തെറ്റ് ചെയ്തു, ഓക്കെ, അവൻ അവിടെ തന്നെ ഉണ്ടല്ലോ. ആദ്യം പോലീസുകാരെ വിളിക്കാതെ അവൻ്റെ ഷർട്ട് കൊണ്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കുന്നവർ ആ പട്ടികളെ. കഴുത്തിൽ മുറുകെ പിടിച്ചേക്കുന്നവൻ എന്തായാലും കുറേ നാൾ അകത്ത് കിടക്കും. കഴുത്തിൽ കുരുക്കിട്ടവനെ അറസ്റ്റ് ചെയ്യണം. പോലീസിനെ ടാഗ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റ്, വൈ പീപ്പിൾ അറ്റാക്കിംഗ് ഹിം ലൈക്ക് ദിസ്. ആൾ അവിടെ തന്നെ ഉണ്ടല്ലോ, കഷ്ടം തന്നെ. സിദ്ധു വീണ്ടും ദുബൈയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ്റെ കമന്റ് ഉണ്ട്. കളിയായിക്കൊണ്ട് എന്തും പറയുന്ന കുറച്ച് ആളുകളുടെ കൂട്ടത്തിലാണ്. ഇത് കാണുന്ന വീട്ടുകാരുടെ അവസ്ഥ, ചെറിയ ചെക്കനാണ്, അവനെ ഇങ്ങനെ ദ്രോഹിക്കണോ? ഒറ്റപ്പെട്ടു പോയി. ആരാ ഇതൊക്കെ ചെയ്യാൻ? നിയമമൊന്നുമില്ല ഇവിടെ. ക്രിമിനൽ ഒന്നുമല്ലല്ലോ ഈ നാറുകൾക്ക്. എന്തിൻ്റെ കേട്? പോലീസിനെ വിളിച്ച് അങ്ങ് ഏൽപ്പിച്ചാൽ പോരെ? അപ്പം അങ്ങനെ എല്ലാം കൂടി ഒരു പയ്യനെ മൃഗീയമായിട്ട് തല്ലിയിരിക്കുന്ന, ഒരു പൈശാചികമായിട്ടൊക്കെ തല്ലിയിരിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടി ഇവിടെ കാണുന്നത്. അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കുറേ മാധ്യമങ്ങൾ അതിനെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ആരോ ചെയ്തൊരു തെറ്റായിട്ട്. ഇതിനു മുൻപൊന്നും ആരും ഇങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഇവനാണ് മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ടുള്ളത്. ഇവൻ മാത്രമാണ് വാഹനം അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അവൻ എല്ലാവരെയും അസഭ്യം പറഞ്ഞു. വെറുതെ എന്തിനാണ്? ആ ചെറുക്കൻ്റെ ഒരു ജീവിതം നശിപ്പിച്ചു. ഇനി നശിക്കാനുണ്ടെന്നൊന്നും പറയാനില്ല. അവൻ്റെ ജീവിതം നശിപ്പിച്ചു. അവൻ്റെ വീഡിയോ കാണുന്ന, അവനെ അറിയാവുന്ന, അവൻ്റെ സെലിബ്രിറ്റി ആണെന്നുള്ളൊരു വാല്യൂ എല്ലാം അത് ഇതോടുകൂടി തകിടം മറിഞ്ഞു, അല്ലെ ഇതോടുകൂടി തകർന്നു എന്നല്ല, തകർത്ത് കളഞ്ഞു. ആരാണ്? ഒരു കൂട്ടം, അവനെ വിളിക്കേണ്ട പേര് വേറെ ഉണ്ട്, ഞാനിപ്പോൾ എനിക്കൊന്നും വിളിക്കാൻ വയ്യ, അങ്ങനെ ഇരിക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം ചെറ്റകൾ, സദാചാരം കയ്യിലെടുത്തുകൊണ്ട് സദാചാര മനോഭാവത്തിൽ നടക്കുന്ന ഈ പിതൃശൂന്യന്മാർ, അവന്മാരാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ പാമ്പിടിച്ച ചെറുപ്പക്കാരനെ റോഡിലിട്ട് ചവിട്ടി അരച്ചിട്ട് ഇവന്മാർക്കൊക്കെ എന്താണ് കിട്ടിയത്? പോലീസിൻ്റെ പതക്കം കിട്ടിയോ? പതക്കമല്ല, നല്ല പറയ്ക്ക് കിട്ടും ഇനി. കാരണം അവനെ അതിമൃഗീയമായിട്ടാണ് തല്ലുന്നത്. അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു, അവനെ റോഡിലിട്ട് ചവിട്ടുന്നു, അവനെ ചീത്ത വിളിക്കുന്നു. അവനൊന്നും ചീത്ത, തിരിച്ചാരെ ഒന്നും പറയുന്നില്ല. അവനെയാണ് എല്ലാവരും പറയുന്നത്. അവനൊരു തെറ്റ് ചെയ്തു പോയെന്ന് പറയുന്ന, വാഹനം ഓടിച്ചുകൊണ്ട് പോയി എവിടെയോ വാഹനം ആക്സിഡൻ്റായി. ഇത് നാളെ സംസാരിച്ച് പോലീസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് എന്താണോ വേണ്ടത്? അയാൾക്ക് കേസുണ്ടെങ്കിൽ കേസായിട്ട് പോവാം. അയാൾക്ക് കേസില്ല, അയാൾക്ക് നഷ്ടപരിഹാരം കിട്ടിയാൽ മതി, ചികിത്സാ ചെലവ് കിട്ടിയാൽ മതിയെങ്കിൽ, അത് ഗുരുതര പരിക്കൊന്നുമല്ല കേട്ടോ, എന്ത് തന്നെയാണെങ്കിലും അതെന്തായാലും ചികിത്സാ ചെലവ് വേണമെന്ന് പറയുമല്ലോ. അയാളുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് കുറച്ച് പൈസ കിട്ടും. അങ്ങനെ പൈസ പിടുങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കുറച്ച് അവന്മാരായിരിക്കും ആക്സിഡന്റിൽ പെടുന്നതും. അപ്പം അങ്ങനെ അത് കിട്ടുമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിലുമൊക്കെ ഇവനെ പോലീസിൽ കൊടുക്കാമെന്നാണ് വിചാരിച്ചതെങ്കിൽ അതിങ്ങ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇത് വെറുതെ എന്തോ കുറച്ച് പബ്ലിസിറ്റി കാണിക്കണം, കുറച്ച് ആളുകളെ അറിയിക്കണം, അതിന് വേണ്ടിയിട്ട് പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവനോട് വിരോധമുള്ള അയൽവക്കക്കാരോ അല്ലെ ഇവനോട് വിരോധമുള്ള ആളുകളൊക്കെ ചെയ്താണോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പയ്യൻ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത് എല്ലാവരും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള തെറ്റ് തന്നെയാണ്. തെറ്റെന്ന് പറയാൻ പറ്റില്ല, അബദ്ധത്തെ പറ്റിപ്പോയൊരു കാര്യമാണ്. അതിനെ അങ്ങനെ കണ്ടുവിടേണ്ടതിന് പകരം ഇത്രയും വലിയ രീതിയിൽ വിവാദമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരുടെ മനോഗതി എന്താണെന്ന്, ഒരു കൂട്ടം ഭ്രാന്തന്മാരാണെന്നുള്ളത് എനിക്ക് എന്തായാലും മനസ്സിലായി. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇവന്മാർക്ക് മുൻവിധിയോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രേരണയോ എന്തെങ്കിലും കൊട്ടേഷനോ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണെങ്കിലും കേരള പോലീസിന് ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളവന്മാർക്ക് പതക്കം കൊടുത്ത് ആദരിക്കുകയല്ല ചെയ്യേണ്ടത്. തന്തയ്ക്ക് പറക്കാഴിക ചെയ്തതിൻ്റെ പേരിൽ ഇവന്മാരെ പിടിച്ച് അകത്തിടുകയും നല്ല ഇടി കൊടുക്കുകയാണ് വേണ്ടത്. ആ പയ്യൻ പാവം പിടിച്ചവനെ ആ റോഡിലിട്ട് അടിക്കുമ്പോഴും ആ പാവം പിടിച്ചാൽ പറയുന്നത്, എന്നെ ഒന്ന് വിട്, അവൻ എണീറ്റ് ഓടത്തൊന്നുമില്ല, അവൻ അവിടെ തന്നെ കിടക്കുകയാണ്. എന്നിട്ട് അവൻ്റെ കഴുത്തിലും കുത്തിപ്പിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മോനല്ലേ അവൻ്റെ മുന്നിൽ ഇരിക്കുന്നത്, അങ്ങനെ കുത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ കാണുന്നതിൽ ആ തല്ലി ഏതെങ്കിലും ഒരുത്തനുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറയണം, നീയൊക്കെ കാണിച്ചത് ശുദ്ധമായിട്ടുള്ള തന്തയ്ക്ക് പറക്കാഴിക തന്നെയാണ്. ആണത്തം ആൾ കൂടുമ്പോഴല്ല, 4 ആൾ കൂടുമ്പോൾ വരുന്ന അല്ലട ആണത്തം. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ പറ്റണം. അല്ലാതെ ആൾക്കൂട്ടം എല്ലാം വളഞ്ഞിട്ട് ഒരുത്തിനെ വഴിയിലിട്ട് പട്ടിയെ തല്ലുമ്പോൾ തല്ലുന്നതിലല്ല ആണത്തം എന്ന് പറയുന്ന സാധനം ഉള്ളത്. എല്ലാം കൂടി വട്ടം ചേർന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ധൈര്യമാണ്. അപ്പോഴേ ഇവന്മാർക്കൊക്കെ ഉണരുള്ളൂ, ഇവൻ്റെയൊക്കെ ഉള്ളിലുള്ള ആണത്തം അല്ലെങ്കിൽ ഒരു ഉറപ്പ് ഇവന്മാർക്ക് ഉണ്ടാവുള്ളൂ, ആണാണെന്നുള്ളൊരു ഉറപ്പ്. കഷ്ടമാണ് കേട്ടോ. ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കിയപ്പോൾ അവനൊക്കെ അങ്ങ് സമാധാനമായി, നല്ല സന്തോഷമായി, ഇങ്ങനെ സുഖകരമായിട്ട് അങ്ങ് ജീവിക്കുക.
എന്തായാലും പോലീസുമാർക്കെതിരെയുള്ള പണി കൊടുക്കുമെന്നുള്ളത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ആഗ്രഹത്തിന്മേൽ ആ പാവം പിടിച്ചൊരു പയ്യനെ ഇങ്ങനെ തല്ലിയതിൻ്റെ പേരിൽ എന്ത് തന്നെയാണെങ്കിലും എന്ത് കാര്യങ്ങളുടെ പേരിലാണെങ്കിലും അവന്മാരെ വെറുതെ വിടാതെ എല്ലാത്തിനെയും പിടിച്ചകത്തിടാൻ സാധിക്കണം. അതോടൊപ്പം അവനെതിരെയും കേസ് വരട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ അവനോട് ഈ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അനുഭവിക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഇനി ഒരു മധുവിനെ ഇവിടെ ആവർത്തിക്കാൻ പാടില്ല, ഇനി ഒരു മധു ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.